സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ജീസസ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും 1000 എപ്പിസോഡ് തികയുന്ന ഈ സുദിനത്തിൽ സ്നേഹവന്ദനവും സ്വാഗതവും സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഈ ജീസസ് വോയിസ് മെസ്സേജ് കണ്ടതിനും കേട്ടതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് അല്പസമയം ഒരു വചനം വായിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനം ചിന്തിക്കാം. ഒരിക്കൽ കൂടെ ജീസസ് വോയിസ് മെസ്സേജിൻ്റെ 1000 എപ്പിസോഡ് തികയ്ക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 32 1-ാം തിരുവചനം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴുമെന്നും പ്രഭുക്കന്മാർ അഥവാ അക്കാലത്തെ അധികാരികൾ ന്യായത്തോടെ അധികാരം നടത്തുമെന്നാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ 1000 വർഷത്തെ ഭരണകാലത്താണ് ഈ പ്രവചനം നിറവേറുന്നത്. അക്കാലത്താണ് ഒരു രാജാവ് അഥവാ യേശു എന്ന രാജാവ് ഈ ഭൂമിയിൽ വാഴുവാനിടയാകുന്നത്. ആ നാളുകളിൽ പ്രഭുക്കന്മാർ നീതിയോടും ന്യായത്തോടും കൂടെ വാഴുകയും അധികാരം നടത്തുകയും ചെയ്യും. ഇന്ന് ജീസസ് വോയിസ് മെസ്സേജിൻ്റെ 1000 എപ്പിസോഡ് തികയ്ക്കുന്ന ഈ സമയത്ത് യേശുവിൻ്റെ 1000 വർഷത്തെ ഭരണകാലത്തെ ചില പ്രത്യേകതകൾ നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. നീതി വാഴുന്ന കാലമാണത്. ഇന്ന് ഭൂമിയിൽ നീതി വളരെ ചുരുക്കം പേർക്കാണ് ലഭിക്കുന്നത്. എന്നാൽ 1000 ആണ്ട് യേശുവിൻ്റെ വാഴ്ചയുടെ കാലത്ത് ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി ന്യായവും ലഭിക്കും. യേശുവിൻ്റെ 1000 ആണ്ടത്തെ വാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത, അന്ന് ഭൂമിയിൽ സാത്താൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കുകയില്ല. അതെ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് ആ സത്യം നാം കാണുന്നത്. അന്ന് പിശാചെന്ന അഥവാ ആ പഴയ പാമ്പായ സാത്താനെ ദൈവം ബന്ധിച്ച് അധോലോകത്ത് പൂട്ടിയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. 1000 ആണ്ട് അഥവാ 1000 വർഷം ഈ ഭൂമിയിൽ യേശുവിനോടൊപ്പം ജനങ്ങൾ വസിക്കുമ്പോൾ അവർക്ക് സന്തോഷവും ആനന്ദവും സമാധാനവും ഉണ്ടായിരിക്കുമെന്ന് വചനം പറയുന്നു. ദുഃഖമില്ല, വേദനയില്ല, രോഗമില്ല, ദുരിതമില്ല, മരണം പോലുമില്ലാത്ത കാലമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-8 പറയുന്നത്, അവൻ അഥവാ യേശു
മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുമെന്നാണ്. അതെ, മരണം സദാകാലത്തേക്കും നീങ്ങിപ്പോകുന്ന കാലം. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുന്ന ഒരു സുപ്രസാദ കാലം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35 ആ ദിനങ്ങളിലെ 1000 വർഷത്തെ ഭരണകാലത്തെ കുറേ വിശേഷതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 18 മുതൽ ആ നല്ല നാളുകളിലെ വളരെയധികം പ്രത്യേകതകൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 9 വരെ വായിച്ചാൽ ദരിദ്രന്മാർക്ക് നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്ന ഒരു രാജാവിനെ അവിടെ നാം കാണുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നത് പോലെയോ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയോ അല്ല, സത്യത്തിലും നീതിയിലും ന്യായത്തിലും ഭരണം നടത്തുന്ന ഒരു ഭരണാധിപൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-5 നീതി അവൻ്റെ നടുക്കട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നാടുകളിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കുമെന്ന് യെശയ്യാ പ്രവചനം 11:6 നാം കാണുന്നു. പുള്ളിപ്പുലി കോലാട്ട് കുട്ടിയോടുകൂടെ കിടക്കുന്ന നാളുകൾ, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കുന്ന നാളുകൾ. ഒരു ചെറിയ കുട്ടി ഈ മേൽപ്പറഞ്ഞ മൃഗങ്ങളെ നടത്തുന്ന അനുഭവം, പശു കരടിയോടുകൂടെ മേയുന്ന അനുഭവം, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കുന്ന അനുഭവം, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുകയും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കുന്ന അനുഭവം, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടുന്ന അനുഭവം. ആ നാളുകളുടെ പ്രത്യേകത യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11:9 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ആരും ഒരു നാളും ആർക്കും ഒരു ദോഷവും ഒരു നാശവും ചെയ്യുകയില്ല എന്നാണ്. യെശയ്യാ പ്രവചനം 65:19 കരച്ചിലും നിലവിളിയുമില്ലാത്ത യെരുശലേമിൻ്റെ അവസ്ഥ. അന്നത്തെ മനുഷ്യൻ്റെ ആയുസ്സിനെക്കുറിച്ച് യെശയ്യാ പ്രവചനം 65:20 എഴുതിയിരിക്കുന്നത്, കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല എന്നാണ്. ബാലന് പോലും 100 വയസ്സ് പ്രായമുണ്ടാകുമെന്ന് അവിടെ നാം കാണുന്നു. യെശയ്യാ പ്രവചനം 65:22 എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ഇരിക്കുമെന്നാണ്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്ന കാലം, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുന്ന കാലം. ഇതാണ് 1000 വർഷത്തെ ഭരണകാലത്തെ ചില പ്രത്യേകതകൾ. നാം വിളിക്കുന്നതിന് മുമ്പേ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കാലമെന്ന് യെശയ്യാ പ്രവചനം 65:24 നാം കാണുന്നു. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന് യെശയ്യാ പ്രവചനം 65:23 നാം കാണുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും, അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്തിൻ്റെ നാമത്തിൽ സ്വയം അനുഗ്രഹിക്കുകയും ചെയ്യും. പഴയ കാലം അഥവാ മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകുന്ന ഒരു സമയമാണ്. 1000 വർഷത്തെ യേശുവിൻ്റെ ഭൂമിയിലെ ഭരണകാലം വർണ്ണനാതീതമാണ്. ദൈവത്തോടൊപ്പമുള്ള മനുഷ്യവാസം എന്ന് പറയാം. അത് ആശ്ചര്യമാണ്, വിസ്മയകരമാണ്, അത്ഭുതകരമാണ്. എന്നാൽ അവിടെ വിശുദ്ധന്മാർ മാത്രമാണ്, അഥവാ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ് ആ 1000 വർഷം കർത്താവിനോടൊപ്പം വസിക്കുന്നത്. അതെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ജീസസ് വോയിസ് മെസ്സേജിൻ്റെ 1000 എപ്പിസോഡിൻ്റെ നിറവിൽ 1000 വർഷത്തെ യേശുവിൻ്റെ ഭരണകാലം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു. തുടർന്നും എല്ലാ ദിവസവും 5 മിനിറ്റ് വീതം ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ശുശ്രൂഷ ശ്രവിച്ച്
അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആമേൻ.